സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കടന്നുകയറിയ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ കൊള്ള സംഘങ്ങളായി മാറിയെന്ന് ജനകീയ ജനാധിപത്യ മുന്നണി. ഇവരുടെ പീഡനത്തിൽ മനം നൊന്ത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 20-ലേറെ പേർ ആത്മഹത്യ ചെയ്തതായി ജനകീയ ജനാധിപത്യ മുന്നണി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാടിന്റെ കിഴക്കൻ അതിർത്തി ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടാണ് മൈക്രോ ഫിനാൻസ് ഗുണ്ടകൾ പിടിമുറുക്കിയിരിക്കുന്നതെന്നും ജനകീയ ജനാധിപത്യ മുന്നണി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും ഒടുവിൽ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് പൊതുവിപത്തായി. പോലീസ് സംവിധാനം ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ്. റിസർവ് ബാങ്കിന്റെയോ സർക്കാരിന്റെയോ നിയമപരമായ യാതൊരു രജിസ്ട്രേഷനുമില്ലാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ചിറ്റൂർ താലൂക്ക് ആസ്ഥാനമായി മാത്രം 45-ൽ പരം സ്ഥാപനങ്ങൾ പല പേരുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കാനായി കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. ജൂലൈ 31-ന് വൈകിട്ട് 4:30-ന് നടക്കുന്ന സംഗമത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. മൈക്രോ ഫിനാൻസ് പലിശക്കെണിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന പ്രസീത സുമേഷിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധ സംഗമമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പൊതുവെ പാലക്കാട് ജില്ല വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ പലിശ കൊലകളുടെ ഒരു വ്യാപനം തടയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ഇതിനകം ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ആത്മഹത്യ എന്ന ലാഘവത്തോടെ പറയുമ്പോഴും അതൊരു പലിശ കൊലയായിട്ടാണ് ഞങ്ങളതിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഈ ചിറ്റൂർ പ്രദേശങ്ങളിൽ ആത്മഹത്യ ചെയ്തവർ ഒക്കെ തൂങ്ങി മരിക്കുകയും വിഷം കഴിക്കുകയും ഒക്കെ ചെയ്താണ്. ഇപ്പോൾ ചിറ്റൂർ തന്നെ വാൽമുട്ടിയിലുള്ള ഒരു പാണ സമുദായക്കാരൻ ഇല്ലേ, ജയകൃഷ്ണൻ, ഒരു ചെറിയ പൈസ തിരിച്ചടയ്ക്കാൻ വകയില്ലാതെ വരികയും ഈ പലിശ സംഘങ്ങൾ അവരുടെ വീട്ടിൽ കയറി അവിടെ അങ്ങോട്ട് കുടിയിരിക്കുകയാണ് ചെയ്യുന്നത്. വൃത്തികേട് കൊണ്ട് അവരവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് വീട്ടിനകത്ത് കയറിയിട്ട് തൂങ്ങി മരിക്കുന്നത്. ഇവർ കിഴക്കൻ മേഖലയിലേക്ക് ഫുള്ളായിട്ട് തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി, വടകരപ്പതി പഞ്ചായത്തുകളിൽ ഏറ്റവും 2 സെൻറ്റ് 4 സെൻറ്റ് കോളനികളിൽ താമസിക്കുന്ന ചക്കിളിയ, ഇറവാള വിഭാഗങ്ങളിൽപ്പെട്ടവരും അല്ലാത്ത ആളുകളെയുമാണ് ഇവർ നിത്യേന കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ പലിശ. അപ്പോൾ ഒരു 24,000 ഉറുപ്പിക ഇവരിൽ നിന്ന് മൈക്രോ ഫിനാൻസ് വഴി കടമെടുത്ത ആൾ 2.5 ലക്ഷം ഉറുപ്പിക പലിശ ഇനത്തിൽ അടച്ചിട്ടും ഈ 24,000 ഉറുപ്പിക അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം മുതലടച്ച് ഇത് പരിഹരിക്കുക എന്നുള്ളതല്ല, ഈ നിരന്തരമായിട്ട് ആയുഷ്കാലം മുഴുവനും ഇവരെ ഊറ്റി കുടിക്കുന്ന ഒരുതരം ഡ്രാക്കുളകളായിട്ട് ഇവർ മാറുകയാണ് ഈ പലിശ സംഘങ്ങൾ. വിളയോടി ശിവൻകുട്ടി, ദിലീപ് ചിറ്റൂർ, രാജൻ പുലിക്കോട്, പ്രസീത സുമേഷ്, നിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.